അധികാരത്തിലേറെ 1 വർഷം തികയുന്നതിനു മുൻപ് താരസംഘടനയായ അമ്മയിൽ വലിയ പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്. ജനറൽ ബോഡി മീറ്റിംഗിലെ കണക്കവതരണം വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെ ശ്വേതാ മേനോൻ അടങ്ങുന്ന ഭരണസമിതി രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറെ നേരം നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് നാടകീയ രംഗങ്ങൾ. ശ്വേതയ്ക്ക് പകരം ഭരണസമിതിയിലെ മറ്റുള്ളവരായിരുന്നു രാജിവെക്കേണ്ടിയിരുന്നതെന്ന് പറയുകയാണ് നടി മല്ലിക സുകുമാരൻ. സ്ത്രീകൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സംഘടനയായി അമ്മ മാറിയിട്ടില്ല. സ്ത്രീകൾ സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പോൾ നിലനിൽക്കുമെന്നും മല്ലിക പറയുന്നു. വിഷയത്തിൽ സീനിയർ നടന്മാർ ഇടപെടണമെന്നും അവർ മൗനം പാലിച്ചിട്ട് കാര്യമില്ലെന്നും മല്ലിക കൂട്ടിച്ചേർത്തു. മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശ്വേതാ മേനോൻ അംഗത്വം രാജിവെച്ചത് ഇപ്പോഴാണ് താൻ അറിയുന്നത്. കുറെ പതിരി കറക്കേണ്ടി വരും മോനെ. വാർഷിക കണക്ക് പാസാക്കാൻ പറ്റിയില്ല എന്നത് വാസ്തവമാണ്. അതിന്റെ കുറ്റബോധം ശ്വേതയ്ക്കുണ്ട്. സംഘടനയിലെ മറ്റു പെണ്ണുങ്ങളെല്ലാം തെറ്റു ചെയ്തവർ തന്നെയാണ്. ശ്വേതയ്ക്ക് പകരം മറ്റുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. തങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവരാരും ആ കാര്യം ചെയ്തില്ല. പകരം ശ്വേത ചെയ്തു. സ്ത്രീകൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത സംഘടനയായെന്നും അമ്മ മാറിയിട്ടില്ല. സ്ത്രീകൾ സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പോൾ നിലനിൽക്കും. അതിന് വഴിവെച്ചു കൊടുത്ത തിരശ്ശീലയ്ക്കും മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരുണ്ടാകും. കണക്കിലെ പൊരുത്തക്കേടാണ് ശ്വേതയ്ക്ക് വല്ലായ്മ ഉണ്ടാക്കിയത്. ജനറൽ സെക്രട്ടറിയും ഖജാൻജിക്കും അല്ലേ ആ കണക്കിന്റെ ഉത്തരവാദിത്തം? അതാണ് സത്യം. സെക്രട്ടറിയും ട്രഷറിയും ഒക്കെയാണ് കണക്ക് ശരിയായില്ലെന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത്. പക്ഷേ അവർ മിണ്ടാതിരുന്നപ്പോൾ താൻ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടെന്ന് ശ്വേതയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. അധ്യക്ഷ സ്ഥാനം ശ്വേതാ മേനോൻ രാജിവെച്ചിറങ്ങിയതിന് പിന്നാലെ ഭരണസമിതിയെ നയിക്കാൻ അടിയന്തര തീരുമാനമെടുത്ത് താരസംഘടനയായ അമ്മ. പാലക്കാട് MLAയും നടനുമായ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ശ്വേതയും ഭരണസമിതിയും ഒന്നടങ്കം രാജിവെച്ചതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാൻ നടൻ ജഗദീഷിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പിഷാരടിയെ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. മുൻ മന്ത്രി ഗണേഷ് കുമാർ അടക്കം അഡ്ഹോക് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. 4 മാസമാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ കാലാവധി. അതിനകം പുതിയ ഭരണസമിതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് താരസംഘടന കടക്കും.